മക്കളെ, ഈ വർഷം ജെഇ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ശ്രദ്ധിക്കുക. ജോസയുടെ കൗൺസിലിംഗ് കഴിഞ്ഞ് സിസാബിൻ്റെ സ്പെഷ്യൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സിസാബ് സ്പെഷ്യൽ റൗണ്ട് 2026 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് നടക്കുന്നത് NIT-കളിലേക്കും IIEST-കളിലേക്കും IIIT-കളിലേക്കും SPA പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുമുള്ള അഡ്മിഷനാണ് സിസാബിൻ്റെ 2 റൗണ്ട് വഴി നടക്കുക. 2 റൗണ്ടാണ് ഉണ്ടാവുക. ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ജെഇ മെയിനിലെ പേപ്പർ 1 BTech ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക്, അതുപോലെ ജെഇ മെയിൻ്റെ പേപ്പർ 2 അതിൽ BR ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക്, അതുപോലെ പേപ്പർ 2ൻ്റെ ബി പ്ലാനിങ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക്, ഈ 3 കാറ്റഗറിക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സിസാബ് 2026 വിൽ ബി കണ്ടക്ടിങ് 2 സ്പെഷ്യൽ റൗണ്ട്. 2 സ്പെഷ്യൽ റൗണ്ട് ആയിരിക്കും. അതിൽ ഫ്രഷ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതായത് ജോസയിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് നേരിട്ട് വരില്ല. ജോസയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമൊക്കെ സിസാബിൽ വരാം. പക്ഷേ സിസാബിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, all the candidates who have accepted and paid the partial admission fee against JOSA allotted seat and do not want to participate in CSAB special round 2026 need to complete the admission formality. അതായത് ജോസ നടത്തിയ കൗൺസിലിങ്ങിൽ കിട്ടിയ സീറ്റിൽ സാറ്റിസ്ഫൈ ആയ കുട്ടികൾ അതിലേക്ക് സിസാബിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജോസയുടെ ബാക്കി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് പോലുള്ള പ്രൊസീജിയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് കൊള്ളുക. നിങ്ങളിതിലേക്ക് വരേണ്ടതില്ല. ഈ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സിസാബിലേക്ക് വന്നാൽ മതി. ഇനി സിസാബിൻ്റെ കൗൺസിലിംഗ് ഓൺലൈൻ വഴിയാണ്. അതിന് നിങ്ങൾ csab.nic.in എന്നുള്ള സൈറ്റ് വഴിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ്? ഓൾ കാൻഡിഡേറ്റ്സ് ഹൂ വർ എലിജിബിൾ ഇൻ ജോസ ഫോർ NIT+ സിസ്റ്റം ആസ് പെർ ജെഇ മെയിൻ 2026 റാങ്ക് ആൻഡ് ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഗിവൺ. അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 75% മാർക്ക് ഉണ്ടാവണം. SC/ST അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെയാണ് 65%. അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അവർക്കൊക്കെ പങ്കെടുക്കാം. ഇനി ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ആർക്കൊക്കെ പങ്കെടുക്കാം. കാൻഡിഡേറ്റ്സ് ഹൂ ഡിഡ് നോട്ട് രജിസ്റ്റർ ഇൻ ജോസയിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ വരാം. അതുപോലെ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ബട്ട് ഹാവ് നോട്ട് ബീൻ അലോട്ടഡ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷേ സീറ്റ് കിട്ടിയില്ല, അവർക്കും വരാം. ഇനി മൂന്നാമത്തെ കാറ്റഗറി, കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ബട്ട് ദ സീറ്റ് വാസ് ക്യാൻസൽ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ജോസയിലൊരു സീറ്റ് കിട്ടിയിരുന്നു, നിങ്ങൾ ഫീ പേ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു, നിങ്ങൾക്കും വരാം. അതേപോലെ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് വാലിഡ്ലി എക്സസൈഡ് ദ എക്സിറ്റ് ഓപ്ഷൻ. ജോസയിൽ നിന്ന് സീറ്റ് കിട്ടിയിരുന്നു പക്ഷേ എക്സിറ്റായി, നിങ്ങൾക്കും വരാം. അതേപോലെ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ 2026 ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ എനി IIT. ആ IIT-യിൽ സീറ്റ് കിട്ടിയിരുന്നു, അതിനുശേഷം ക്യാൻസൽ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ അഡ്മിഷൻ എടുക്കുകയോ ഒക്കെ ചെയ്താലും നിങ്ങൾക്കും ഇതിലേക്ക് വരാം. ഇനി അടുത്ത കാറ്റഗറി, കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ NIT+ സിസ്റ്റം ആൻഡ് ഹാവ് ഓൾറെഡി സെക്യൂർഡ് അഡ്മിഷൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സീറ്റ് ഉണ്ട്, നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും പാർഷ്യൽ അഡ്മിഷൻ ഫീയും ഒക്കെ അടച്ചു, നിങ്ങൾക്കും വരാം. Then candidates who have participated in JOSA and have been allotted seat in NIT+ system and later they have validly withdrawn. നിങ്ങൾ ആ സീറ്റ് വിഡ്രോ ചെയ്തു, അവർക്കും വരാം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നിങ്ങൾ ജെഇ മെയിൻ 2026 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ജോസയിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടിയത് ഒഴിവാക്കിയാലും ഫീ പേയ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് എക്സിറ്റായി പോയാലും ഒക്കെ ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. പക്ഷേ സിസാബിൽ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം. അതേപോലെ ഓൾറെഡി സീറ്റ് കിട്ടി NIT+ സിസ്റ്റത്തിൽ, എന്നിട്ട് സീറ്റ് ക്യാൻസൽ ചെയ്തു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത്, അവർക്കും വരാം. അതേപോലെ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ NIT+ സിസ്റ്റം ആൻഡ് ഹാവ് പെയ്ഡ് ദ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് ദർ സീറ്റ് ഹാവ് ബീൻ ക്യാൻസൽ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ്. ഈ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്തതിന് പേരിൽ എക്സിറ്റായി, അവർക്കും വരാം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത ആർക്കും ഇത് മുൻ റൗണ്ടുകളിൽ ജോസയിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾക്കിതിലേക്ക് വരാം. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ്സ് വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സിസാബ് സ്പെഷ്യൽ റൗണ്ട് റീറ്റെയിനിങ് ദർ സീറ്റ് ഫോർ വിച്ച് ദേ ഹാവ് പെയ്ഡ് പാർഷ്യൽ അഡ്മിഷൻ ഫീ ഡ്യൂറിങ് ജോസ 2026. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു സീറ്റ് ഉണ്ട്, നിങ്ങളുടെ പാർഷ്യൽ അഡ്മിഷൻ ഫീ ഒക്കെ അടച്ചവിടെ നിൽക്കുകയാണ്. സിസാബിൻ്റെ സ്പെഷ്യൽ റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ പഴയ സീറ്റ് ക്യാൻസൽ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്നൊരു കോളേജിൽ ഓൾറെഡി ജോസയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. സിസാബിൽ നിങ്ങൾക്ക് Y എന്നൊരു കോളേജിൽ സീറ്റ് കിട്ടിയാൽ ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് എക്സ് തന്നെ മതി, അത് പറ്റൂല. നിങ്ങൾക്ക് സിസാബിലൊരു സീറ്റ് അലോട്ട് ആയാൽ ഓട്ടോമാറ്റിക്കലി ഇത് പോവും, പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല.
അപ്പോൾ സീസാബിൽ പങ്കെടുത്താൽ സീസാബിൽ കിട്ടിയ സീറ്റ് എടുത്തോണം, മറ്റേത് എന്തായാലും പോവും. ഇനി ആ സ്പെഷ്യൽ റൗണ്ടിൻ്റെ അലോക്കേഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സീസാബ് സ്പെഷ്യൽ റൗണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നു. പേയ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ, സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ അടയ്ക്കുന്നു. അത് സ്പെഷ്യൽ റൗണ്ട് പ്രോസസ്സിംഗ് ഫീയും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ ഫീയും കൂടിയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങളൊരു തുക അടയ്ക്കേണ്ടി വരും. അത് ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാം. അത് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ചെയ്യാം. പിന്നെ സ്പെഷ്യൽ റൗണ്ട് 1 ആയി, അതിൻ്റെ സീറ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഓൺലൈൻ വെരിഫിക്കേഷൻ നടക്കും, നിങ്ങളുടെ വില്ലിങ്നെസ് നിങ്ങൾക്ക് അവിടെ ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീസ്, ഫ്ലോട്ട് അല്ലെങ്കിൽ വിഡ്രോൺ ഒക്കെ ചെയ്യാം, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക, സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ സെക്കൻഡ് അടയ്ക്കുക, ആ ക്വയറിയോട് റെസ്പോണ്ട് ചെയ്യുക. അത് ജോസൈൽ ചെയ്ത പോലെ തന്നെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും, അത് മാറ്റി കൊടുക്കുക. ഇനി സ്പെഷ്യൽ റൗണ്ട് 2 വരുന്നു. സീറ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നു, ഓൺലൈൻ വെരിഫിക്കേഷൻ, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക, ഫ്രഷ് അലോട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ ഫീ അടയ്ക്കുക, മുമ്പ് അടച്ചവരാണെങ്കിൽ ഇത് അടയ്ക്കേണ്ടതില്ല, ഓൾറെഡി അടച്ചതുകൊണ്ട്. പിന്നെ ക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. ജോസൈൽ ചെയ്ത അതേ പ്രൊസീജിയർ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ എത്രയാണെന്ന് നോക്കാം. ഈ എൻറോൾമെൻറ്റ് ഫീ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. ഈ സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി, ജനറൽ EWS, OBC NCL 40,000 രൂപയാണ്. എന്നാൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 19,000 രൂപയാണ്. ഇതിൽ പ്രോസസ്സിംഗ് ഫീ 5,000 രൂപയുണ്ടാവും. ഈ 5,000 രൂപ പ്രോസസ്സിംഗ് ഫീ ആണ്. അതുകൂടെ ചേർത്തിട്ടാണ് ഈ 40,000 അല്ലെങ്കിൽ 19,000 പറയുക. ഇനി ജോസയുടെ റൗണ്ടുകളിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീ, അതിൽ നിന്ന് കുറവുള്ള തുക മാത്രം ഇവിടെ അടച്ചാൽ മതി. ഓൾറെഡി നിങ്ങൾ ജോസയിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീയോ അല്ലെങ്കിൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയോ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി തുക നിങ്ങളിവിടെ അടച്ചാൽ മതിയാവും, ഫുൾ അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളത് അടയ്ക്കുന്ന സമയങ്ങളിൽ അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും, എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് അത് അടച്ചാൽ മതി. ഇനി ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടേണ്ടത്, ആ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഹോൾഡറുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്കിൻ്റെ പേര് ഒക്കെ നിങ്ങൾ കൊടുക്കണം. അതിലേക്കാണ് റീഫണ്ട് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഒരു സ്കാൻഡ് കോപ്പി കൊടുക്കാം, ക്യാൻസൽഡ് ചെക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റാമ്പ്ഡ് ഫ്രണ്ട് പേജ് ഓഫ് പാസ്ബുക്കോ, അതായത് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, ഈ അക്കൗണ്ട് നമ്പറും IFSCയും ഒക്കെ കാണിക്കുന്ന പേജോ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിലേക്കാണ് നിങ്ങളുടെ ഈ ഫീ തിരിച്ചു വരിക. റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കാണ് തിരിച്ചു വരിക. അതുപോലെ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓൾ ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഫിൽ ദ ഫ്രഷ് ചോയ്സസ്. നിങ്ങൾ ഈ ഫീസ് എല്ലാം അടച്ചതിന് ശേഷം നിങ്ങൾ ഫ്രഷ് ചോയ്സസ് കൊടുക്കണം. രജിസ്ട്രേഷന് ശേഷം നിങ്ങൾ ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്. ഈ ചോയ്സ് ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ, കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജേ കൊടുക്കാവൂ. മുമ്പ് നിങ്ങൾ ജോസയിൽ കൊടുത്ത എല്ലാ ഓപ്ഷൻസും വാലിഡ് ആയിരിക്കില്ല, ഇൻവാലിഡായി. അതൊന്നും അവിടെ ബാധകമല്ല. പുതിയതായിട്ട് നിങ്ങൾ ചോയ്സ് കൊടുത്താലേ പരിഗണിക്കൂ. നിങ്ങൾ ചോയ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കവിടെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം അവിടെ ഉണ്ടാവില്ല. ഇനി അതുപോലെ നിങ്ങൾ ചോയ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്തില്ലെങ്കിൽ പരിഗണിക്കില്ല. ചോയ്സ് ഒക്കെ കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ചോയ്സസ് അവിടെ വാലിഡ് ആവുക. സേവ് ചെയ്തില്ലെങ്കിൽ ചോയ്സ് കൊടുക്കാത്തതിന് തുല്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് സേവ് ചെയ്യണം. പിന്നെ ലോക്ക് ചെയ്യണം. ഈ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. പക്ഷേ സേവ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഓപ്ഷൻസ് സേവ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സീറ്റ് ഉറപ്പിച്ചു, നിങ്ങൾക്കിനി വേറെ ഓപ്ഷൻ അടുത്ത റൗണ്ടിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല. പിന്നെയുള്ളത് സ്ലൈഡ് ഓപ്ഷനാണ്. സ്ലൈഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറിയാൽ കൊള്ളാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NIT കാലിക്കറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന X എന്ന് പറയുന്ന കോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് Y എന്ന് പറയുന്ന കോഴ്സാണ്. ഓക്കെ, അത് സ്ലൈഡാണ്. അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് മാറാം. ഇനി ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പോകാം. നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെന്നില്ല. NIT കാലിക്കറ്റിൽ കിട്ടി, നിങ്ങൾക്ക് വേറൊരു NIT ആണ് താല്പര്യം, നിങ്ങൾക്ക് ഫ്ലോട്ട് കൊടുക്കാം. പിന്നുള്ളത് സറണ്ടറാണ്. നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, ഈ സീറ്റ് തൽക്കാലം എടുക്കാൻ താല്പര്യമില്ല, എന്നാൽ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കണം. അതാണ് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഈ സീറ്റ് വേണ്ട, അടുത്ത റൗണ്ടിൽ എനിക്ക് സീറ്റ് കിട്ടിയാൽ മതി. ഇനി വിഡ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, എനിക്ക് ഈ സീറ്റും വേണ്ട, സീസാബിൽ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാനും താല്പര്യമില്ല, നമ്മളെ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകുന്നതാണ് വിഡ്രോ. ഈ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു സീറ്റ് കിട്ടിയാലാണ് ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുക. അതിനുശേഷമാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വയറി അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് ഉണ്ടാവും, നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും വേണം. എൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കാം. സീസാബിൻ്റെ രജിസ്ട്രേഷനും അതേപോലെ തന്നെ എൻറോൾമെൻറ്റ് ഫീ അടയ്ക്കാനുമൊക്കെയുള്ള സമയം ജൂലൈ 28 രാവിലെ 10 മണിക്ക് തുടങ്ങും.
അതിൻ്റെ സമയം എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10 മണി വരെ. അതായത് ജൂലൈ 28 രാവിലെ 10 തുടങ്ങി ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10 മണി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷന് സമയമുണ്ട്. ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയം 5-ാം തീയതി ഓഗസ്റ്റ് 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. ഇനി അതിൻ്റെ റിസൾട്ട്, അതായത് റൗണ്ട് 1ൻ്റെ സിസാബ് സ്പെഷ്യൽ റൗണ്ട് 1ൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് 6-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വരും. അതിൽ നിങ്ങൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും അതുപോലുള്ള ഫീ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് 6 തുടങ്ങി ഓഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. സിസാബിൻ്റെ റൗണ്ട് 1ൻ്റെ ഫീ പേയ്മെൻറ്റ് ഓഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. ഇനി റൗണ്ട് 2ൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് 12-ാം തീയതി. റൗണ്ട് 2-ന് മുമ്പ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇല്ല, ചോയ്സ് ഫില്ലിങ്ങും ഇല്ല, ആദ്യം കൊടുത്ത ചോയ്സേ പരിഗണിക്കൂ. ഇനി അതിൻ്റെ റിസൾട്ട് 12-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതി വരും. ഫീ പേയ്മെൻറ്റ് ഓഗസ്റ്റ് 12 തുടങ്ങി ഓഗസ്റ്റ് 14-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. ഇനി റൗണ്ട് 2-ന് ശേഷം കോളേജുകളിൽ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയം ഏകദേശം ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 13 തുടങ്ങി ഓഗസ്റ്റ് 18 വരെയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ അത് തീരുമാനമാവുമെന്ന് മറക്കും. ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് മാത്രമാണ്, ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം, അത് ആ സമയത്തേക്ക് അപ്ഡേറ്റ് വരും. ഇനി അതിൽ അലോക്കേഷൻ നടക്കുന്നത് നോക്കുക. NIT-കളിലേക്ക് ഏകദേശം 32ഓളം, കാലിക്കറ്റ് NIT ഉൾപ്പെടെ 32ഓളം NIT-കൾ, അതുപോലെ ട്രിപ്പിൾ ഐ ടികൾ കോട്ടയത്തുള്ള ട്രിപ്പിൾ IT ഉൾപ്പെടെ ഏകദേശം 26ഓളം ട്രിപ്പിൾ ITകളിലും, പിന്നീട് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ഏകദേശം 56ഓളം ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെയുള്ളിടത്തേക്കാണ് ഇപ്പോൾ സിസാബിൻ്റെ ഈ റൗണ്ട് 1ഉം റൗണ്ട് 2ഉം നടക്കുക. അപ്പോൾ സിസാബിൻ്റെ സ്പെഷ്യൽ റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് സ്പീഡിലൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഈ JEE മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സീറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിലും കിട്ടാത്ത കുട്ടികളാണെങ്കിലും സിസാബിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.